ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് ബിറ്റ്വീൻ്റെയും ബിസൈഡേയും നമുക്ക് ഇതിൻ്റെ യൂസേജ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബിറ്റ്വീൻ്റെ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓർ ചോയ്സിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ചോയ്സോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ കുഡിൻ ടേസ്റ്റ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ചോയ്സസ്. അത് ഒന്നാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസിൽ റിലേഷൻഷിപ്പ് ഓർ കണക്ഷൻ. ഒരു റിലേഷൻഷിപ്പിലെയോ അല്ലെങ്കിൽ കണക്ഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിൾ നോക്കാം. There is a strong bond between the two sisters. അവിടെ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. മൂന്നാമത്തത് ഡിവിഷൻ ഓഫ് ഷെയറിംഗ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ഡിവൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം, ബിറ്റ്വീൻ ഉപയോഗിക്കാം. അപ്പം ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദ ഫാദർ ഡിവൈഡ്സ് എ മണി ബിറ്റ്വീൻ ഹിസ് ടു ചിൽഡ്രൻ. അപ്പോൾ അടുത്ത നമുക്ക് ബിസൈഡിൻ്റെ യൂസേജ് നോക്കാം. ഫിസിക്കൽ ലൊക്കേഷനിൽ വെച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിസൈഡിൻ്റെ മീനിങ് തന്നെ നെക്സ്റ്റ് ടു എന്നാണ്. അപ്പം ഫിസിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് പറയുന്നെങ്കിൽ ഷീ സാറ്റ് ബിസൈഡ് മീ ഓൺ ട്രെയിൻ. രണ്ടാമത്തെ കേസ് നോക്കുവാണെങ്കിൽ പ്ലേസ് ദ ഫോർക്ക് ബിസൈഡ് ദ നൈഫ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ബിസൈഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് തോന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ നമുക്ക് ഈ കേസിൽ നമുക്ക് കമ്പാരിസൺ നോക്കാം. കമ്പാരിസൺ ഈ ബിസൈഡിൻ്റെ കേസിൽ വരും. അപ്പം ഹിസ് പ്രോബ്ലം സീംസ് സ്മോൾ ബിസൈഡ് യോസ്. രണ്ടാമത്തത് മൈ ആർട്ട് വർക്ക് ലുക്ക് സില്ലി ബിസൈഡ് യോസ്. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും ബിസൈഡും ബിറ്റ്വീനിലും നമുക്ക് കമ്പാരിസൺ കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.